ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു അടിപൊളി ബട്ടർ ക്രീം റെസിപ്പി ചെയ്യാറ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ, അതായത് ബെസ്റ്റ് ചോക്ലേറ്റ് കേക്ക് ഇൻ ദ വേൾഡ് കണ്ടിട്ട് അതിൽ കുറച്ച് പേര് ആദ്യമായിട്ട് എൻ്റെ വീഡിയോയിൽ താഴെ ഒരു റെസിപ്പി ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇത് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് വന്ന കമൻറ്റാണ്. ഐ എം സോ താങ്ക്ഫുൾ ഫോർ യു ഓൾ ഫോർ സപ്പോർട്ടിങ് മീ. അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഭയങ്കര എൻകറേജ്മെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ കേക്ക് റെസിപ്പിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് റെസിപ്പി ഞാൻ ചെയ്തു തരാം. പക്ഷെ അത് ഞാൻ വിചാരിച്ചു ഈ ബട്ടർ ക്രീമിൻ്റെ റെസിപ്പി ഇറ്റ്സ് വെരി സിമ്പിൾ. സോ അതാദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്തായാലും ഒരു അടിപൊളി ഈ ബട്ടർ ക്രീം വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബട്ടർ ക്രീം എന്ന് വെച്ചാൽ എന്താണ്? ചിലർക്ക് ബട്ടർ ക്രീം എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. നിങ്ങൾ ബേസിക്കലി നോർമലി ഈ പേസ്ട്രി ഷോപ്പിലൊക്കെ പോയിട്ട് പേസ്ട്രി കഴിക്കുന്നതൊക്കെ വിപ്പ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പേസ്ട്രീസ് ആണ്. അപ്പോൾ അത് ഭയങ്കര അധികം മധുരമല്ലാണ്ട് കുറച്ച് ക്രീമി ആയിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിൽ അങ്ങനത്തെ ആയിരിക്കും. അത് നിങ്ങൾ ഉണ്ടാക്കുന്നത് നോർമൽ ഡ്രൈ സ്പഞ്ച് ആയിരിക്കും. അതിലായിരിക്കും നിങ്ങൾ ഈ പേസ്ട്രി ടൈപ്പിലൊക്കെ കേക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ സോക്ക് ചെയ്തിട്ട് അതിനെ സാച്ചുറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ക്രീമും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബട്ടർ ക്രീം കേക്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പഞ്ച് എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് ഓൾറെഡി നമ്മൾ ബട്ടറും ഓയിലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആ സ്പഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി നല്ല ടേസ്റ്റി ആയിരിക്കും. അതിന് നിങ്ങൾക്ക് ടീ കേക്ക് വേണമെങ്കിൽ പോലും അങ്ങനെ പോലും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തായാലും പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതൊരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു വാനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾക്ക് ടീ കേക്ക് ആയിട്ടും കഴിക്കാൻ പറ്റും. ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബട്ടർ ക്രീം റെസിപ്പി ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ കേക്കിന് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫാമിലിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ്. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് കേക്കാണ്. അപ്പോൾ ഈ ബട്ടർ ക്രീം എന്ന് വെച്ചാൽ ബേസിക്കലി ബട്ടറും ഷുഗറും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ബട്ടർ ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബട്ടർ ക്രീം പല വെറൈറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് റോയലൈസിങ് ബട്ടർ ക്രീം ഉണ്ട്, നമുക്ക് ഇറ്റാലിയൻ മറിങ് ബട്ടർ ക്രീം ഉണ്ട്, സ്വിസ് മറിങ് ബട്ടർ ക്രീം ഉണ്ട്, പിന്നെ അമേരിക്കൻ ബട്ടർ ക്രീം ഉണ്ട്. അതുപോലെ തന്നെ ബട്ടർ ക്രീം ഇഷ്ടം പോലെ റോയലൈസിങ് ഞാൻ പറഞ്ഞു തോന്നുന്നു അത് ആ ബട്ടർ ക്രീം ഉണ്ട്. അങ്ങനെ നമുക്ക് എൻഡ്ലെസ് വെറൈറ്റി ഓഫ് ബട്ടർ ക്രീംസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് തന്നെ അമേരിക്കൻ ബട്ടർ ക്രീമാണ്. അമേരിക്കൻ ബട്ടർ ക്രീം എന്ന് പറയുമ്പോഴത്തേക്കും ഈക്വൽ പാർട്സ് ഓഫ് ഷുഗറും ബട്ടറും കൂടെയാണ് വരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഈസ് സൂപ്പർ സിമ്പിൾ. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആ സാധനം അടിപൊളിയായിട്ട് സൂപ്പർ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ടേസ്റ്റ് ലൈക്ക് റിയലി ഗുഡ്. നമ്മൾ ബാക്കിയുള്ള ബട്ടർ ക്രീമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് സ്വീറ്റ്നെസ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ഈ അമേരിക്കൻ ബട്ടർ ക്രീം വെച്ചിട്ട് കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഒരുപാട് ഫ്രോസ്റ്റിംഗ് കൊടുത്തിട്ട് അത്രയും വെക്കുമ്പോഴായിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ ഒരുപാട് മധുരമായിട്ട് തോന്നും. ഇനഫ് എമൗണ്ട് ഓഫ് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഈ കേക്കിന് നമ്മൾ പിന്നെ ഈ ലെയറായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഞാൻ ചെയ്യാറില്ല, പേഴ്സണലി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. അത് തെറ്റെന്നല്ല പറയുന്നത്. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമ്മൾ വീണ്ടും ഈ ഫ്രോസ്റ്റിംഗ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ സ്വീറ്റ്നെസ് കുറച്ചുകൂടെ കൂടിയാണ് വരുന്നത്. അപ്പോൾ ചിലർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മിക്ക ആൾക്കാർക്കും കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവുന്നത് എന്താ പറയുക, നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു പീസ് കൂടെ കഴിക്കാൻ തോന്നണം. അങ്ങനത്തെ ഒരു ടൈപ്പ് കേക്ക് ആയിരിക്കും കൂടുതൽ ആൾക്കാരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ എത്ര kg ഓർഡറാണ് വരുന്നതെന്നാണ് ബേസിക്കലി നോക്കുന്നത്. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു 1 kg ഓർഡർ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ 1 kg ഓർഡറാണ് ഞാൻ 2 കേക്ക് ബേക്ക് ചെയ്യും. 2 കേക്ക് ബേക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ കട്ട് ചെയ്യാറില്ല. ഫോർ അമേരിക്കൻ ബട്ടർ ക്രീം കേക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നത്. കേക്ക് കട്ട് ചെയ്യാറില്ല. അപ്പോൾ നല്ലൊരു തിക്ക് ലെയർ ആയിരിക്കുമല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ലെയർ ബട്ടർ ക്രീം വയ്ക്കും. പിന്നെ ഞാൻ ഒരു കേക്ക് വെച്ചിട്ട് പിന്നെ ആയിരിക്കും ഫ്രോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് കേക്കും കുറച്ച് എമൗണ്ട് ഓഫ് ബട്ടർ ക്രീമും ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സ്വീറ്റ്നെസ് പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ഔട്ട് ആവും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ അറിയുന്നവരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നും അയ്യോ ഇതെന്താ ചെയ്യുന്നത്, എന്താണ് ഈ സംഭവം, അത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് അമേരിക്കൻ ബട്ടർ ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സൂപ്പർ ഡെലിഷ്യസ്, സൂപ്പർ ടേസ്റ്റി 3 ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ ക്രീം. ഓക്കെ, ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല.
ഈസിലി അവൈലബിൾ ആണ്, ആർക്ക് വേണം ഉണ്ടാക്കാം. കുറച്ച് സിറ്റിയിലല്ല താമസിക്കുന്നത്, ഞാൻ വെളിയിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. ഈ ബട്ടർ ക്രീം ഉണ്ടാക്കാൻ സൂപ്പർ ഈസിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗള് നന്നായിട്ട് വാഷ് ചെയ്തിട്ട്, ഇതിൽ വെള്ളം വേണ്ട, ഓക്കെ, അപ്പോൾ വാഷ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്പാച്ചുല എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇത് കട്ടിയായി ഇരിക്കാൻ പാടില്ല, നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് പിതുങ്ങുന്ന രീതിയിൽ ഉള്ള ബട്ടർ ആയിരിക്കണം. പിന്നെ നമ്മളുടെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിസ്ക് അറ്റാച്ച്മെന്റും ഐസിങ് ഷുഗർ ആട്ടോ, സിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസിങ് ഷുഗർ. ഓക്കെ, അപ്പോൾ ഐസിങ് ഷുഗർ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സിഫ്റ്റ് ചെയ്യാതെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലംസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ഹാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് എങ്ങനെയെങ്കിലും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. കാരണം എപ്പോഴും സിഫ്റ്റ് ചെയ്ത് അടിക്കാനുള്ള ടൈം കിട്ടാറില്ല. സിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ സ്മൂത്തായിട്ട് ഉള്ള ബട്ടർ ക്രീമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആദ്യം റെഡിയാക്കി വെക്കുക. അതിൻ്റെ മെഷർമെൻറ്റ് കാര്യമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മെഷർമെൻറ്റ് നോക്കാനുള്ളവർ അവിടെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ല 3 ഇൻഗ്രീഡിയൻറ്റ് സിമ്പിൾ ബട്ടർ ക്രീമാണെന്ന്. ഐസിങ് ഷുഗർ, അൺസോൾട്ടഡ് ബട്ടർ, റൂം ടെമ്പറേച്ചർ ബട്ടറാണ്, പിന്നെ കുറച്ച് ക്രീം അല്ലെങ്കിൽ മിൽക്കും ഓക്കെ ആണ് കേട്ടോ, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബട്ടർ ക്രീം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബട്ടറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, നല്ല കട്ടിയല്ല, അത്യാവശ്യം ഇങ്ങനെ തൊടുമ്പം സോഫ്റ്റ് ആയിരിക്കുന്ന ബട്ടറാണ് അത് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 200 grams ഓഫ് അൺസോൾട്ടഡ് ബട്ടറാണ്. 200 grams ഓഫ് ബട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും അമേരിക്കൻ ബട്ടർ ക്രീം ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ബട്ടർ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഡബിൾ ഇത് എമൗണ്ടാണ് ഷുഗർ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 200 grams ഓഫ് അൺസോൾട്ടഡ് ബട്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ 400 grams ഓഫ് ഐസിങ് ഷുഗർ എടുക്കണം. ഇപ്പോൾ അഥവാ നിങ്ങൾ 250 grams ഓഫ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 500 grams ഓഫ് അൺസോൾട്ടഡ് ബട്ടർ എടുക്കാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടില്ല, ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ബട്ടർ നല്ല ഒരു യെല്ലോ ഷെയ്ഡ് കൂടുതലായിരിക്കും. അപ്പം നമ്മളിത് ആദ്യം നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യാൻ പോവാണ്. വിസ്ക് ചെയ്ത് ഒരു 1 minute അല്ലെങ്കിൽ ഒരു 30 seconds വിസ്ക് ചെയ്തിട്ട് ആ ബട്ടറിന്റെ കളർ ഒന്ന് നമ്മൾ ലൈറ്റ് ആക്കാൻ പോവാണ്.
ഇനി ബാക്കിയുള്ള ഒരു കുറച്ചുകൂടെ ആഡ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ, ആ ബട്ടർ ക്രീമിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഒരുപാട് നിങ്ങൾ ക്രീം ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ലൂസായി പോകും. അപ്പോൾ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കി ആ ഒരു എന്ത് സ്മൂത്തായിട്ട് പോകുന്നത് കണ്ടോ? കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഒരു ലംസ് പോലെ നമുക്ക് കാണാൻ പറ്റില്ല, അത്ര സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറാണ്. ഇതാണ് നമ്മുടെ അമേരിക്കൻ ബട്ടർ ക്രീം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എത്ര പെട്ടെന്ന് കഴിഞ്ഞു? ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോസ്റ്റിംഗ് ആണ്. ഇനി ഇത് ഞാൻ പൈപ്പ് ചെയ്ത് കാണിച്ചത്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് അടിപൊളി ടെക്സ്ചറാണ്. ഇത് കഴിക്കാൻ അതിനെക്കാട്ടിയും ടേസ്റ്റ് ആട്ടോ. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് ഉണ്ടോ? അപ്പോൾ ഇത് പൈപ്പ് ചെയ്ത് കാണിക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ബട്ടർ ക്രീമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നില്ല, അല്ല എന്ത് വേണം ഉണ്ടാക്കിക്കോ, ഈ ബട്ടർ ക്രീം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഫ്ലേവറിങ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി ക്രഷ് ചെയ്യാം, സ്ട്രോബെറി പ്യൂർ ആഡ് ചെയ്യാം. എന്ത് ആഡ് ചെയ്താലും ഇപ്പോൾ മാംഗോ ആഡ് ചെയ്താൽ മാംഗോ ബട്ടർ ക്രീമായി, ചോക്ലേറ്റ് കൊക്കോ പൗഡർ ആഡ് ചെയ്താൽ ചോക്ലേറ്റ് ബട്ടർ ക്രീമായി. അങ്ങനെ എന്ത് വേണോ, എന്ത് ടൈപ്പ് ബട്ടർ ക്രീം വേണോ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഹെൽപ്പ്. അപ്പോൾ ബട്ടർ ക്രീം വീഡിയോ ചോദിച്ച ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. പോകുന്നതിന് മുമ്പേ ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ, ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ സീ യു സൂൺ വിത്ത് മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്.